അയ്യോ അറിയല്ലേ, അനുപമയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയുടെ വേദന അത് ഇതുവരെ മാറിയിട്ടില്ല. നീ നോക്കി, ഇപ്പോഴും എന്റെ മുഖത്ത് അവളുടെ കൈപ്പാടുണ്ട്. അനുപമ നിന്നെ കാണാൻ വന്നോ അതോ നീ വീണ്ടും അവളുടെ അടുത്ത് പോയോ? തെറ്റ് ചെയ്ത് ഞാനല്ലേ ഇന്ദ്ര, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഒന്ന് ക്ഷമ ചോദിക്കായിരുന്നു. എന്നിട്ട് അവള് ക്ഷമിച്ചോ? അറിയില്ല, ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവൾ എനിക്ക് തന്നു. പല്ലിന് ചെറിയൊരിളക്കമുണ്ട്. അപ്പോ നിങ്ങൾ തമ്മിലുള്ള ഇടപാട് തീർന്നു. അവസാനം വരുമ്പോ തെറ്റുകാരൻ ഈ ഇന്ദ്രൻ മാത്രം. അതാണല്ലോ എന്റെ അമ്മയ്ക്കും വേണ്ടത്. അതെ ഇന്ദ്ര, സുശീലേച്ചിയുടെ മനസ്സിൽ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അനുപമയുടെ വീട്ടില് രാത്രിയാകുമ്പോ ആരാണ്ടൊക്കെ വരുന്നുണ്ടെന്നും അവരെ കയ്യോട് പിടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് മാത്ര ഞാൻ എന്റെ പിള്ളേരെയും കൊണ്ട് അവിടെ വന്നത്. സത്യമായിട്ടും അതെ, രാത്രിയാകുമ്പോ പതുങ്ങി വരുന്ന ഇന്ദ്രനാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. നീ വീണ്ടും അനുപമയെ മോശക്കാരിയാക്കാൻ നോക്കിയോണ്ടല്ലോ, എന്റെ വിധം മാറും. ഇന്ദ്ര സത്യം പറ, നിന്നിപ്പോ ആരാ ഇങ്ങോട്ട് അയച്ചത്? എന്റെ അമ്മ തന്നെയല്ലേ? പറയാൻ. അല്ലിന്ദ്ര, അല്ല, സത്യമായിട്ടും അല്ല. പക്ഷേ സുശീലേച്ചി രാവിലെ എന്നെ വിളിച്ചായിരുന്നു. എന്റെ മോൻ എന്നെ ഉപേക്ഷിച്ചു പോയെന്നും അവൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നെന്ന് കരഞ്ഞു പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് സങ്കടം തോന്നി. മകനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു അമ്മയല്ലേ. മകനു വേണ്ടി ജീവിക്കുന്ന അമ്മയല്ല, മകനെ ഉപയോഗിച്ച് ജീവിക്കുന്ന അമ്മ എന്ന് പറ. സ്വന്തം മകന്റെ ജീവിതം തുലയ്ക്കുന്ന ഒരു അമ്മ. അയ്യോ എടാ മോനെ, അങ്ങനെയൊന്നും പറയല്ലേ. സുശീലേച്ചി സത്യമുള്ളവളാ. അതുകൊണ്ടല്ലേ താഴെ കൂടെ കളക്ഷൻ എടുക്കാൻ വന്ന സമയത്ത് ഞാൻ ഇന്ദ്രനെ കണ്ടത്. മോനെ, നീ എത്രയും വേഗം വീട്ടിലോട്ട് തിരിച്ചു പോ, ഇല്ലെങ്കിൽ നിന്റെ അമ്മയെ നിനക്ക് നഷ്ടപ്പെടും. നിന്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ ഇന്ദ്ര. സുശീലേച്ചി ഒരു വാക്ക് പറഞ്ഞാ വാക്കാ. ആത്മഹത്യ ചെയ്യൂന്ന് പറഞ്ഞാ ചെയ്യും, ഉറപ്പാ. അമ്മ ടൈം പറഞ്ഞോ? ടൈമോ? ആത്മഹത്യ ചെയ്യുന്ന ടൈം. അതൊന്നും പറഞ്ഞില്ല. അപ്പൊ കുഴപ്പമില്ല. ഞാന് ഈ കുപ്പി ഒന്ന് കാലിയാക്കിട്ട് ഇറങ്ങാം. എന്നാലേ അത് താങ്ങാനുള്ള കട്ടി എന്റെ മനസ്സിനുണ്ടാവൂ. എന്തു താങ്ങാൻ? എന്നോട് ഇതുവരെ ചെയ്തൊന്നും പോരാഞ്ഞ് ഞാൻ വീട് വിട്ട് പോയതിന്റെ പേരില് മരിക്കുന്നു എഴുതി വെച്ച് എന്റെ അമ്മ ആത്മഹത്യ ചെയ്യാൻ പോവല്ലേ. ഇതിവിടെ കുടിക്കട്ടെ. ഇനി അതും കൂടെ ആയാലേ എന്റെ അമ്മ എന്നോട് ചെയ്ത ദ്രോഹങ്ങളുടെ കണക്കോർത്ത് എന്റെ മനസ്സ് തകർന്നു പോവും. അയ്യോ ഇന്ദ്ര, മതി മോനെ, മതി മതി കുടിച്ചത്, മതി മതി. നീ പോയി നിന്റെ അമ്മേനെ എങ്ങനെയെങ്കിലും ആത്മഹത്യ രക്ഷിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ പിന്നെ നീ നാളെ ഖേദിക്കേണ്ടി വരും. മോനെ മോനെ കുടിക്കല്ലേടാ, മതി കുടിച്ചത്. എനിക്കൊരു ഖേദം ഉണ്ടാകാൻ പോകുന്നില്ല. എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ എന്റെ അമ്മയ്ക്ക് മടിയില്ലെങ്കിൽ ഞാൻ എന്തിനാ അവരോർത്ത് ഖേദിക്കുന്നേ? പോവാടുന്നു. മോനെ മോനെ, ഇന്ദ്ര മതി കുടിച്ചത്, മതി മോനെ. സാറേ ആ മുറിയ. എടാ ഞാൻ പറയുന്ന ഒന്ന് കേക്കടാ. വാതിലടച്ച് കുറ്റിയിടാനുള്ള മര്യാദയെങ്കിലും കാണിക്കണ്ടോ? പട്ടാപ്പകല് പബ്ലിക്കായിട്ട് അനാശാസ്യം. രണ്ടിനെയും പിടിച്ച് വണ്ടി കേട്ടോ. അയ്യോ സാറേ, ഇത് അനാശാസ്യമൊന്നുമല്ല. പിന്നെന്താടി ഇതിന്റെ പേര്? ഇവൻ നിന്റെ ഭർത്താവാണോ? അല്ല. എന്റെ സാറേ, ഒരു മുറിയിൽ ഒരുമിച്ച് നിൽക്കാൻ ഭർത്താവും ഭാര്യയാവണമെന്നുണ്ടോ സാർ? ഉഭയസമ്മതത്തോടെ എന്തോ ആവാന്നല്ലേ റൂള്. റൂളൊക്കെ നിനക്കാൻ പഠിപ്പിച്ചരാടാ. നീ വിളിച്ചിട്ടാണോ അവള് വന്നത്? ഞാൻ ഇവിടെ ഇരുന്ന് രണ്ടെണ്ണം അടിക്കുമ്പോ സാർ ഇപ്പൊ കേറി വന്ന പോലെ ഒരു മാനേഴ്സും ഇല്ലാതെയാ അതെ ഇവളും കേറി വന്നത്. ഏതാടി നീ? നിന്റെ വീട് എവിടാ? ഞാനിവിടെ അടുത്തുള്ളതാ സാറേ. ഈ ലോഡ്ജിന്റെ മുതലാളിക്കും ആ നിക്കണ മണിയനൊക്കെ എന്നെ അറിയാം. അപ്പൊ നീ ഇവിടുത്തെ സ്ഥിരം കുറ്റിയാണല്ലേ? മണിയാ, ഇങ്ങോട്ട് വേടാ. ഇവിടെ വെച്ചുള്ള ഏർപ്പാട് തുടങ്ങിയിട്ട് എത്ര നാളായടാ? അയ്യോ സാറേ, ഇവിടെ അങ്ങനെയുള്ള ഏർപ്പാടുകളൊന്നുമില്ല സാറേ. സുകുമാരി ചേച്ചി ഇവിടെ ചിട്ടിയുടെ കളക്ഷൻ എടുക്കാനായിട്ട് വരാറുള്ളൂ.
സാറേ ഞാൻ അത്രക്കാരിയൊന്നും അല്ല. സാറ് പുറത്തിറങ്ങി ഈ സുകുമാരിയെ കുറിച്ച് ചോദിച്ചാ ആരും നല്ലതേ പറയൂ. ഇവൻ ഇവിടെ ഇരുന്ന് കുടിച്ച് നശിക്കുന്നത് അറിഞ്ഞ് ഇവന്റെ അമ്മ ഇവനെ വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ഞാൻ വന്നതാ സാറേ. ആണോടാ? എനിക്കറിയില്ല സാർ. ഇവരത്ര ശരിയാണെന്ന അഭിപ്രായമൊന്നും എനിക്കും ഇല്ല. എന്ന് വെച്ചാ നീയും ശരിയല്ലെന്നാ അതിന്റെ അർത്ഥം അല്ലേടാ? ഇല്ലെങ്കിൽ ഇവള് നിന്റെ മുറി കാണില്ലല്ലോ. ആയിക്കോട്ടെ, ഒരു കാര്യം ചെയ്യ്, സാറ് ഞങ്ങൾക്കെതിരെ അനാശാസത്തിന് അങ്ങ് നടപടി എടുക്കുക. നീ എന്തൊക്കെയാണോ പറയുന്നേ? പോലീസ് നമ്മളെ പിടിച്ചോണ്ടുപോയാ നമ്മൾ രണ്ടുപേരും നാട്ടുകാരുടെ മുന്നിൽ നാറുവടാ. എനിക്ക് ഒരു കുഴപ്പമില്ല, നീ നാറണം. അന്തസ്സായി ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ വീട്ടിൽ കയറി ചെന്ന് സദാചാര ഗുണ്ടായിസം നടത്തി അവളെ മാനം കെടുത്താൻ നോക്കിയവളല്ലടി നീ. ആ സമയത്ത് ഒരു പെണ്ണിനുണ്ടാവുന്ന സങ്കടവും നിസ്സഹായാവസ്ഥയൊക്കെ എന്താണെന്ന് നിന്നെ പോലെയുള്ളവർ അറിയണം. വാ സാറേ, പോവാം സാറേ, വാ. എന്നെ പിടിച്ച് വണ്ടി കയറണം. നടക്കാൻ